വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പുസ്തകമുള്ളവർക്ക് എടുക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 8. ദൈവമാതാവിനുള്ള അറിയിപ്പിന്റെ പെരുന്നാളാണ് നാളെ. ഇന്ന് സന്ധ്യയ്ക്ക് വായിക്കുന്ന വേദഭാഗം ഇപ്പോഴേ വായിച്ച് പെരുന്നാളിന് തുടക്കം കുറിക്കുകയാണ്. ദൈവമാതാവിനുള്ള അറിയിപ്പിന് ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കുന്ന വേദഭാഗം ഇപ്പോൾ വായിച്ച് നാളത്തെ പെരുന്നാൾ അനുഗ്രഹകരമാകാൻ നമ്മൾ ഒരുങ്ങുകയാണ്. പുസ്തകമുള്ളവർക്ക് എല്ലാം എടുക്കാം. പുസ്തകം ഷെൽഫിലൊക്കെ കാണും, ഇവിടെ കാണും, മേശപ്പുറത്ത് കാണും. ഈ വായിക്കുന്ന വേദഭാഗം കാണുകയും കേൾക്കുകയും നിങ്ങളുടെ വിരൽ കൊണ്ട് തൊടുകയും കൂടെ ചെയ്യാമെങ്കിൽ ഈ വചനം നമ്മളിൽ മാംസം ധരിച്ച് വചനിപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്ന കാര്യം ഓർപ്പിക്കണം. ലൂക്കോസിന് സുവിശേഷം 8 അധ്യായം വാക്യങ്ങൾ 16 മുതൽ വായിക്കുന്നു. ലൂക്കോസ് 8:16 മുതൽ. യേശു അരുൾ ചെയ്തു, ആരും വിളക്ക് കൊളുത്തി അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കീഴെ വയ്ക്കുകയോ ചെയ്യാറില്ല. പിന്നെയോ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാൻ വിളക്ക് തണ്ടിൽ മേലത്രേ വയ്ക്കുന്നത്. വെളിപ്പെടാതെ ഗൂഢമായിരിക്കുന്നത് ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ മറഞ്ഞിരിക്കുന്നതും ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ കേട്ടിരിക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തെന്നാലുള്ളവന് കൂടുതൽ കൊടുക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നതും കൂടി എടുത്തു കളയും. അപ്പോൾ അവന്റെ മാതാവും സഹോദരന്മാരും അവനെ കാണാൻ വന്നു. ആൾത്തിരക്ക് നിമിത്തം അവനെ സമീപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ചിലർ, നിന്റെ മാതാവും സഹോദരന്മാരും നിന്നെ കാണുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. ദൈവവചനം കേട്ട് അതന്വേഷിക്കുന്നവരാകുന്നു എൻ്റെ മാതാവും സഹോദരന്മാരും എന്ന് യേശു മറുപടി ആയി അരുൾ ചെയ്തു. സ്വല്പസമയിരിക്കാം. വചനിപ്പ് പെരുന്നാളും ഈ വചനങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? വചനിപ്പ് പെരുന്നാളിന്റെ സന്ധ്യയ്ക്ക് ഈ വേദഭാഗം വായിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? വിശുദ്ധ ലൂക്കോസ് തന്റെ 8 അധ്യായത്തിൽ 16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, വിളക്ക് കൊളുത്തിയിട്ട് അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കീഴെ വയ്ക്കുകയോ ചെയ്യാറില്ല. പക്ഷെ നമ്മളത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്താണ് ഈ വിളക്ക്? അത് കൊളുത്തിയിട്ട് പാത്രം കൊണ്ട് മൂടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കട്ടിലിന്റെ കീഴെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ ഇച്ചിരി ഇത് ദൈവാത്മാവൊന്ന് വെളിപ്പെടുത്തി തരേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ ജീവ ചരിത്രത്തിൽ പരിശുദ്ധ മാതാവിന്റെ ആത്മാവിന്റെ ദീപം പിതാവായ ദൈവം കത്തിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അത് അനേകം കാണത്തക്കവണ്ണം ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണെന്നുള്ള വാക്യം നമുക്ക് ഓർമ്മയുണ്ടോ? സങ്കീർത്തനം എത്രയാ? 18-ാം സങ്കീർത്തനം എത്രാം വാക്യമാണ്? മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ്, അത് യഹോവ തന്നെ കത്തിക്കുമെന്ന്. നമ്മുടെ ആത്മാവ് ദീപം യഹോവ കത്തിച്ചത് ഒന്നാണ്, നമ്മുടെ മാമോദീസായുടെ ഒന്ന്. സദൃശ്യവാക്യത്തിൽ ആ ദീപം കത്തിച്ചിട്ട് നമ്മുടെ ഉദരത്തിന്റെ അറകളെയൊക്കെ പരിശോധിച്ചു നോക്കുമെന്ന് നമ്മൾ പറയും. നമ്മുടെ ആത്മാവിന്റെ ദീപം കത്തിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ അറകളെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് ഈ ദീപത്തെ മൂടുകയോ അത് അസ്ഥാനത്ത് വെക്കുകയോ ചെയ്യുന്ന ബലഹീനതയുണ്ടോ എന്ന് പരിശോധിച്ച് അത് മാറ്റിയില്ലെങ്കിൽ ഈ വിളക്ക് കെട്ടുപോകാൻ അല്ലെങ്കിൽ പ്രയോജനശൂന്യമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മാമോദീസായിലെ ആത്മദീപം പിതാവായ ദൈവം തമ്പുരാൻ പുരോഹിതരിലൂടെ, സഭയിലൂടെ, വിശുദ്ധന്മാരിലൂടെ ഒന്ന് കത്തിച്ചു തന്നതാണ്. പക്ഷെ ആ കത്തിയ ദീപം ഇപ്പോൾ പ്രകാശിക്കുന്നുണ്ടോ? അതിരിക്കേണ്ടതാണ് ഇരിക്കുന്നത്. അത് അസ്ഥാനത്ത് വെച്ച് കാണാനൊക്കാതെ പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയാമിന്റെ ജീവിതത്തിൽ വചനിപ്പിന്റെ ദിവസം, വചനിപ്പ് പെരുന്നാൾ സംഭവിച്ചതും ആത്മാവിന്റെ ദീപം കത്തിക്കുന്ന ആ ശുശ്രൂഷ അത് തണ്ടിന്മേൽ തന്നെ വെച്ചു. അതിന്നും അനേകർക്ക് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം മാതാവിന്റെ ആത്മദീപം പിതാവ് കത്തിച്ചിട്ട് അത് തെളിയിച്ചതിന് ശേഷം മാതാവ് അത് തൻ്റെ ശരീരമാകുന്ന ആ തണ്ടിൽ
ആ ആത്മാവ് ആകുന്ന ദീപം കത്തത്തക്കവണ്ണം തന്നെ ദേഹിയുടെ മണ്ഡലം മെഴുകുപോലെ ഉരുകുവാൻ വിട്ടുകൊടുത്തു. ഈ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ആരാധന സ്ഥലത്തെല്ലാം മെഴുകുതിരിയും മെഴുതിരിക്കാലും ഒക്കെ വെച്ചിരിക്കുന്നു. അപ്പം മെഴുകുതിരിയും മെഴുതിരിക്കാലും ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഈ മെഴുതിരിയുടെ മുകളിലുള്ളതായ ഈ ദീപം, ഈ തിരി, ഇവിടെയാണ് ദീപം കയറി പിടിക്കുന്നത്. അത് നമ്മുടെ ആത്മാവിൽ, ദൈവത്തിന്റെ ആത്മാവ് ദീപം കത്തിച്ചാൽ അത് നിലനിൽക്കണമെങ്കിൽ ദേഹിയുടെ മണ്ഡലം മെഴുകുപോലെ ഉരുകി ഉരുകി എണ്ണ പോലെയായി തീരണം, അല്ലെങ്കിൽ ഇത് കെട്ടുപോകും. അപ്പൊ ഈ ദേഹിയുടെ മണ്ഡലമാകുന്ന ഈ മെഴുകിനെ, ഈ മെഴുകുതിരിയെ ഉയർത്തി നിൽക്കാനുള്ള തണ്ടാണ് ഈ മെഴുതിരിക്കാല്. ഈ മെഴുതിരിത്താല് നമ്മുടെ ശരീരത്തെയും, ഈ മെഴുകുതിരി മെഴുകിന്റെ ഈ വശം നമ്മുടെ ദേഹിയെയും, നമ്മുടെ തിരി നമ്മുടെ ആത്മാവിനെയും കുറിക്കും. അപ്പൊ ദേഹവും ദേഹി ആത്മാവുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ദേഹിയിൽ ആത്മാവും വസിക്കുന്നു. ആത്മാവിന്റെ ദീപം കത്തിയാൽ അത് തുടർന്ന് കത്തണമെങ്കിൽ അതിന് എണ്ണ പോലെ ഈ മെഴുകുരുകിക്കൊണ്ടേയിരിക്കണം. ദൈവസ്നേഹാഗ്നിയിലാണ് ഇത് ഉരുകേണ്ടത്. പരിശുദ്ധ കന്യമറിയാമിന്റെ ദീപം കത്തിയപ്പോൾ ആ ദീപത്തിന്റെ ചൂടുകൊണ്ട് തൻ ദേഹിയുടെ മണ്ഡലം വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും ജ്വലിച്ചു. എണ്ണ പോലെയായി, തിരിഞ്ഞ് ശിശുവിനെ പോലെയായി, ആവി പോലെയായി. അത് ഈ തിരിയിൽ കിട്ടിയതായ ആ ദീപത്തെ നിലനിർത്തി അത് ഉയർന്ന് ശോഭിക്കുവാൻ ഇടയാക്കി. അപ്പം മാതാവിന്റെ വചനപ്പെരുന്നാൾ മുതൽ വാങ്ങിപ്പെരുന്നാൾ വരെയുള്ള ജീവിതം നോക്കിയാൽ മാതാവിന്റെ മെഴുക് മുഴുവൻ ഉരുകി 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 പ്രകാശമായിട്ട് മാറി. ഇപ്പോൾ ആ പ്രകാശമായിട്ടാണ് മാതാവിനെ കാണുന്നത്. ശോഭയുള്ള മേഘം പോലെ തേജസ്സുള്ള ഒരു ശരീരമായി ആ മെഴുകുതിരി മുഴുവനും ഉരുകി ഉരുകി കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട്, കർത്താവിനാൽ എടുക്കപ്പെട്ട് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു. നമ്മുടെ ആത്മാവിന്റെ ദീപം കത്തിയിട്ട് നമ്മുടെ ദേഹിയുടെ മണ്ഡലം മുഴുവനും ഇങ്ങനെ ഉരുകി ഉരുകി അത് എണ്ണ പോലെയായി, അത് പ്രകാശമായി മാറിയാൽ നമുക്കും ഈ മാതാവ് പോയടുത്ത് എത്താൻ സാധിക്കും. പിതാവിന്റെ ഉള്ളിൽ നമ്മളുടെ ഈ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നമുക്കെല്ലാവർക്കും പ്രത്യേക മുറികൾ പണിതിട്ടുണ്ട്. ആ മുറിക്കകത്ത് നമ്മുടെ പ്രാണൻ മുഴുവനും മറഞ്ഞിരിക്കുകയാണെങ്കിൽ കല്യാണ ദിവസം ഈ പ്രാണനെ എല്ലാം കൂടെ ചേർത്ത് മണവാട്ടി സഭ രൂപം കൊള്ളുമ്പോൾ മാതാവിനോട് ചേർന്ന് നമ്മൾ സഭയാകുന്ന ശരീരത്തിൽ ഒരു ഭാഗമായി തീരും. ഈ വലിയ പ്രത്യാശയാണ് ഈ സന്ദേശം നമുക്ക് വരുന്നത്. എപ്പോഴാണ് പാത്രം കൊണ്ടത് മൂടുന്നത്? ഈ പ്രകാശം നമുക്ക് കിട്ടിയതിന് ശേഷം പാത്രം കൊണ്ട് മൂടുക എന്ന് പറഞ്ഞാൽ പാത്രം ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പാത്രം ആഹാരത്തെയും ആഹാരം കഴിക്കലിനെയും ആഹാരത്തോടുള്ള താല്പര്യത്തെയും എല്ലാം കുറിക്കുന്നു. യേശുവിനേക്കാൾ അധികം, വചനത്തെക്കാൾ അധികം, ദൈവത്തെക്കാൾ അധികം ആഹാരത്തിന് സ്ഥാനം കൊടുത്താൽ ഈ വിളക്ക് അസ്ഥാനത്തായി പോകും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ആത്മദീപം കത്തിയതിന് ശേഷം അത് ജ്വലിച്ച് പ്രകാശിക്കുവാൻ വേണ്ടി അറേബ്യയിൽ തപസ് ചെയ്ത് തന്റെ ഉള്ളിൽ ജനിച്ച യേശുവിനെ വളർത്തി അതിന്റെ ശരീരമാകുന്ന തണ്ടിൽ ഉയർത്തി നിർത്തി യൂറോപ്പിനെ ഇവിടെ സുവിശേഷിപ്പാൻ പൗലോസിനെ ദൈവം ഉപയോഗിച്ചത് അതിനെ പാത്രം കൊണ്ട് മൂടിയില്ലെന്നുള്ളതാണ്. പൗലോസ് തനിക്ക് കിട്ടിയതായ ആ ദീപത്തെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് തന്റെ ശരീരത്തിലും തന്നെ ദേഹിയിലും ഉയർത്തി നിർത്തി. അത് എവിടെ പോയാലും അവർക്കൊക്കെയും യേശുവിനെ കാണത്തക്ക തരത്തിൽ ഉയർത്തി നിർത്തിയിരുന്നു. താൻ ഭക്ഷണപാനീയങ്ങൾക്ക് 2ാം സ്ഥാനമേ കൊടുത്തുള്ളൂ. 1ാം സ്ഥാനം ദൈവത്തിനും ദൈവവചനത്തിനും കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പിറന്നു വീണപ്പോൾ തൊട്ട് ഭക്ഷണപാനീയങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നവരാണ്. അങ്ങനെ വളരാനൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ പിറന്നു വീണ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കരയുന്നത് പാല് കിട്ടാൻ വേണ്ടിയാണ്. പിറന്നു വീഴുന്ന കുഞ്ഞിനെ പൊക്കിൾത്തണ്ട് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിക്കൊണ്ടുന്ന രക്തം കിട്ടാതെയായി. അമ്മ ശ്വാസം വലിച്ചാൽ മതിയായിരുന്നു, അമ്മ കുഞ്ഞിനെയും കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ വെളിയിലായി പൊക്കിൾത്തണ്ട് മുറിച്ചു കഴിഞ്ഞ് ഇനി ഒറ്റയ്ക്ക് ശ്വാസം വലിക്കണം, ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ള ബന്ധപ്പാടുള്ളത് വാവിട്ട് അലറി കരയുക. അപ്പോൾ ആ ഒരു പിറന്നു വീഴുന്ന കുഞ്ഞിനെ പാല് കുടിച്ചാലേ അതിന് വളരാനൊക്കെ ഉള്ളൂ. അപ്പോൾ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിനെ പാലിന് 1ാം സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞ് 2-3 വയസ്സാകുമ്പോൾ അത്
മറ്റാ ഖര വസ്തുക്കൾ അപ്പമൊക്കെ കഴിക്കാൻ തുടങ്ങും. പ്രായപൂർത്തിയാകുന്നതുവരെയും മനുഷ്യന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും പ്രായപൂർത്തിക്കും ആഹാരപാനീയങ്ങൾ അത്യാവശ്യമാണ്. പക്ഷെ പ്രായപൂർത്തിയായതിനു ശേഷം അതിന് 2ാം സ്ഥാനം കൊടുത്തിട്ട് 1ാം സ്ഥാനം ആർക്ക് കൊടുക്കണം? വചനമായ യേശുവിന് കൊടുക്കണം. ആ കാര്യം പറഞ്ഞ് അന്നാണ് നമ്മൾ ഈ പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന ഈ വിളക്ക് തണ്ടയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ജീവപ്രകാശം അത് പാത്രത്തിൻ്റെ അടിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാലമുണ്ട് എല്ലാവർക്കും. നമ്മൾ വചനം വായിച്ച് മാനസാന്തരപ്പെട്ട് ധ്യാനിച്ച് നമ്മുടെ ബോധം വികസിച്ച് നമ്മുടെ മനസ്സാക്ഷി ശരിക്കും ക്ലിയറായി കഴിയുമ്പോൾ ആഹാരം കഴിക്കാനും പാല് കുടിക്കാനും അല്ല ജീവിക്കുന്നത്. അത് ജീവിതത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി അല്ല ജീവിതം എന്നുള്ള കാര്യം മനസ്സിലാവും. ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. നമ്മൾ കർത്താവിൻ്റെ വകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വകയാണ്. ദൈവവും ദൈവരാജ്യവുമാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ദൈവത്തിനും ദൈവരാജ്യത്തിനും 1ാം സ്ഥാനം കൊടുത്താൽ ആ ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഭക്ഷണപാനീയങ്ങൾക്ക് 2ാം സ്ഥാനം. 1ാം സ്ഥാനം ദൈവത്തിനും ദൈവരാജ്യത്തിനും പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിനും. കന്യാമറിയമാണ് കൃപായുഗത്തിൽ തൻ്റെ ആത്മദീപം കത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ലെന്ന് സമ്മതിച്ചിട്ട് നീതിയും സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിനു വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. പിതാവിൻ്റെ ഇഷ്ടപ്രകാരം താൻ മറഞ്ഞിരുന്നു. തൻ്റെ ഉള്ളിൽ യേശു കുഞ്ഞ് ജനിച്ച കാര്യം ആരെയും അറിയിച്ചില്ല. അത് മൂടി വെച്ചു. ആ കൊച്ചു വളർന്നോട്ടെ എന്ന് വിചാരിച്ച ആ നീതിയും സമാധാനം യേശുവിനെ പ്രായപൂർത്തിയാക്കുന്നവരെയും മാതാവ് യേശു കുഞ്ഞ് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു തച്ചൻ്റെ വേഷത്തിൽ മരപ്പണി നടത്തി വീടുകൾ തോറും കയറി ഇറങ്ങി മുഖം പണിത് കൊടുത്തും വീട് പണിത് കൊടുത്തും കർത്താവ് ഇങ്ങനെ വേറെ വേഷത്തിൽ. അങ്ങനെയാണ് യേശു പ്രായപൂർത്തിയായത്. അപ്പോൾ പ്രായപൂർത്തിയാകുന്നതുവരെ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേരും കൊണ്ട് ഉപയോഗിച്ചൊരു മറഞ്ഞൊരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ഒരു മറവ് ആവശ്യമാണ്. 30 വയസ്സ് വരെയുള്ള യേശുവിൻ്റെ ജീവിതം കാണിക്കുന്ന കാര്യം അതാണ്. താൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രനാണെങ്കിലും താൻ പൂർണ്ണ മനുഷ്യനായി, ദൈവം പൂർണ്ണ മനുഷ്യനായി ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു. ഒരു സാധാരണ ആശാരി അല്ലെങ്കിൽ ഒരു മരപ്പണിക്കാരൻ്റെ വേഷത്തിൽ താൻ അങ്ങ് ജീവിച്ചു. ഇത് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ക്രിസ്തുവാണെന്നോ ആർക്കും വെളിപ്പെടുത്തി കൊടുത്തില്ല. ഇതുപോലെ ഒരു മറവും ഒളിവും നമുക്കും ആവശ്യമാണ്. പക്ഷേ അതിനൊരു കാലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ മറ മാറ്റണം. അത് ദൈവാത്മാവ് തന്നെ ആ മറ മാറ്റി കാണിക്കേണ്ടവരെ കാണിക്കും. അപ്പം മാതാവ് വിളക്ക് കൊളുത്തിയതിന് ശേഷം യേശു ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിൻ്റെ പരസ്യമായ സാക്ഷ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. പിശാചിനോട് പോരാടി ജയിപ്പാൻ മരുഭൂമിയിൽ പോയി. അതിനുശേഷം കാനാവിലെ കല്യാണ വീട് തൊട്ട് താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചു തുടങ്ങി. വെള്ളത്തെ വീഞ്ഞാക്കി കാണിച്ചു, രോഗികളെ സുഖപ്പെടുത്തി കാണിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി കാണിച്ചു. അങ്ങനെ താൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം ഭൂതങ്ങളെ കൊണ്ട് ഇവിടെ പറയിപ്പിച്ചു. ഭൂതം വിളിച്ചു പറഞ്ഞാൽ ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം നമ്മളെ പിശാചിനും മനസ്സിലാവും, മനുഷ്യർക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. അന്നേരം വെളിപ്പെടാവും. അതുവരെ നമ്മൾ തൈരും തേരും കുടിച്ച് വളർന്നുകൊണ്ടിരിക്കണം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ധ്യാനം 7 ആഴ്ച കൊണ്ട് നിർത്തേണ്ട കാര്യമില്ല, 7 കൊല്ലം കൊണ്ട് നിർത്തേണ്ടതല്ല. രാവും പകലും ധ്യാനം തുടർന്നുകൊണ്ടേയിരിക്കും. എങ്കിലേ നമുക്ക് തലയായ ക്രിസ്തുവിനോളം വളരാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ദീപം ഇപ്പോഴും പാത്രത്തിൻ്റെ കീഴേ കട്ടിൽ കീഴെയാണോ? കട്ടിലെന്ന് പറയുന്ന ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ദൈവത്തേക്കാൾ അധികം ഉറക്കത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മുടെ വിളക്ക് എവിടെ പോകും? കട്ടിൽ കീഴെയാവും. പിന്നെ വേറൊരു അപകടമുണ്ട്. ഈ കട്ടിക്കീഴെ ഇരുന്നിരുന്ന് ഇതിൻ്റെ പുകയിൽ അടിച്ചടിച്ച് ചിലപ്പോൾ കിടക്കയ്ക്ക് തീ പിടിക്കാനും സാധ്യതയുണ്ട്. അതൊരു അപകടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വിളക്ക് നമ്മൾ ഇന്ന് തന്നെ തണ്ടയിലോട്ട് വെച്ചിട്ട് വേണം നാളത്തെ വചനപ്പ് പെരുന്നാൾ വരെ. നാളത്തെ വചനപ്പ് പെരുന്നാൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ മെഴുകുതിരി എല്ലാം ക്ലീനാക്കി വെച്ചേക്കാമെങ്കിൽ നാളെ തീ കയറി ഇവിടെ അങ്ങ് പിടിച്ചാൽ പിന്നെ അത് പ്രകാശിച്ച് വളർന്ന് യേശു കുഞ്ഞായിട്ട് മറ്റുള്ളവർ കാണുന്നവരെയും കർത്താവ് അത് മാലാഖമാരെ കൊണ്ട് മാതാവിനെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളും. അപ്പോൾ വചനിപ്പ് കഴിഞ്ഞാൽ നമുക്ക് മാതാവിനാണ് ഏറ്റവും അധികം യേശു കുഞ്ഞിനെ രഹസ്യമായിട്ട് വളർത്താൻ കഴിവുള്ളത്.
യേശു കുഞ്ഞിനെ 4 കൊല്ലം എവിടെ കൊണ്ടുപോയി? മിസ്രൈമിൽ കൊണ്ടുപോയി. ആരും കാണാതെ, ഹെരോദാവ് കാണാതെ കൊണ്ട് നടന്നു. അതിനുശേഷം നസറേത്തിൽ 30 വയസ്സ് വരെ സൂക്ഷിച്ചു വെച്ചു. മാതാവിനെ കൊണ്ടേ ഈ പണി പറ്റുള്ളൂ. അപ്പോൾ മാതാവിനെ കൂട്ടുപിടിച്ചോണം. വചനിപ്പ് കഴിഞ്ഞാൽ മാതാവ് യേശുവിനെ വളർത്തിയ പോലെ ഞങ്ങളുടെ യേശുവിനെയും വളർത്താൻ ഞങ്ങളെ, അതുകൊണ്ട് ആ കൃപ നിറഞ്ഞ മറിയാമേ എന്നുള്ള പ്രാർത്ഥന 10 പ്രാവശ്യം വീതം ചൊല്ലും. സ്വർഗ്ഗസ്ഥനായ പിതാവേ ചൊല്ലും. 1 പിതാവിനും പുത്രനും പരിശുദ്ധനാക്കി സ്തുതി പറയും. പിന്നെ 10 പ്രാവശ്യം കൃപ നിറഞ്ഞ മറിയാൻ ചൊല്ലും. നമ്മുടെ 10 ഇന്ദ്രിയങ്ങളും യേശുവിനെ അറിഞ്ഞ് വളർത്തി അങ്ങനെ പെന്തിക്കോസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഈ യേശുവിനെ കാണിച്ചു കൊടുക്കാം. നമുക്കിതുവരെയും ഈ വചനിപ്പ് ഒത്തിരി നടന്നെങ്കിലും പെന്തിക്കോസ് വരെയൊന്നും വളർന്നിട്ടില്ല. പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുമെങ്കിലും നമ്മുടെ പെരുന്നാൾ ഇതുവരെ. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന പെന്തക്കോസ്ത് പെരുന്നാളെങ്കിലും നമ്മുടേതാകണമെങ്കിൽ മാതാവ് പോയ വഴിയെ പോകണം. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് പാത്രം കൊണ്ട് മൂടിയതും കെട്ടിക്കീഴെ വെച്ചതൊക്കെ ക്ഷമിക്കണം. അതിനിപ്പോൾ ഒരിക്കലും കൂടെ പാവചന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ദൈവരാജ്യത്തിലെ രാജാവായ യേശുവിനെ നമ്മൾ വിശ്വസിച്ചു. വിശ്വസിച്ച ആളിനെ നമ്മൾ ഇതുവരെയായിട്ടും ശരിക്കും സാക്ഷിച്ചിട്ടില്ലാത്ത കുറ്റബോധം നമുക്കുണ്ട്. അപ്പോൾ ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ രഹസ്യമായി മാമോദീസായിൽ ആരംഭിച്ചു. പെന്തക്കോസ്ത് പെരുന്നാളത് പരസ്യമായി എല്ലാവരും അറിയേണ്ടതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്ന പരസ്യമായ പിതാവിൻ്റെ സാക്ഷ്യം ലഭിച്ചതുപോലെ നമുക്കും നമ്മുടെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണെന്നുള്ള പരസ്യ സാക്ഷ്യം ലഭിച്ചിട്ട് നമുക്ക് പരസ്യ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലുള്ളതായ 2-3% ക്രിസ്ത്യാനികൾക്ക് ഈ അനുഭവം 100% കിട്ടാത്തതുകൊണ്ടാണ് ഇന്ത്യയിലെ 75% പേര് യേശുവിൽ വരാത്തവർ. മാത്യൂസ് പ്രവാചകന് കിട്ടിയ ഒരു വെളിപ്പാടാണ്. ഇന്ത്യയിലെ 75% പേരെ മണവാട്ടി സഭയുടെ അംഗങ്ങളാക്കി തീർക്കുവാൻ പിതാവ് മാറ്റിയിട്ടിരിക്കുക. പക്ഷെ അവരോട് വചനം പറയാനും അവരോട് യേശുവിനെ സാക്ഷിക്കാനും ഉള്ളവർ വളർന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുക. അതിൽ തോമാസ്ലിയായ്ക്ക് ഒത്തിരി ദുഃഖമുണ്ട്. തോമാസ്ലിയായുടെയും കർത്താവിനെയും ദുഃഖം തീർക്കണമെങ്കിൽ എത്രയും വേഗം നമ്മുടെ പെന്തക്കോസ്ത് പെരുന്നാൾ പൂർണ്ണമാകുകയാണെങ്കിൽ നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ രാജാവിനെ കാണിച്ചിട്ട് ആ രാജാവിൻ്റെ രാജ്ഞിയാണ് നമ്മളെന്ന് രാജാവ് പറയും. യേശുവിനെ രാജാവാണെന്ന് പറയുമ്പോൾ യേശു പറയും ഇവൾ എൻ്റെ രാജ്ഞിയാണെന്ന് പറയും. ഈ സാക്ഷ്യം കിട്ടിക്കഴിഞ്ഞൊരു കല്യാണം നടക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ വളർച്ചക്കുറവിനോടും ദൈവത്തെക്കാൾ അധികം ഭക്ഷണത്തിനും ഉറക്കത്തിനും നമ്മൾ അമിത പ്രാധാന്യം നൽകി യേശുവിനെ ഇതുവരെ ആർക്കും കാണാനൊക്കെ അതുകൊണ്ടും അസ്ഥാനത്ത് മറഞ്ഞിരിക്കുന്നു. കർത്താവ് യഥാസമയത്ത് ഞങ്ങൾ പാത്രത്തിൻ്റെ അടിയിൽ നിന്നും കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഈ പ്രകാശമെടുത്ത് ഞങ്ങളുടെ ഈ ദീപത്തിൻ്റെ മുകളിൽ തണ്ടിന്മേൽ തന്നെ വെച്ച് ശത്രുക്കൾ പോലും ഞങ്ങളുടെ ദൈവം ലളിതമാണെന്ന് പറയുന്നൊരു സാക്ഷ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുക. കൂടെ ഇരിക്കുന്നവർ, ശത്രുക്കൾ, മിത്രങ്ങൾ സകലരും യേശുവിനെ കണ്ടിട്ട് ഈ യേശു മതിയെന്ന് പറഞ്ഞിട്ട് വേണം കല്യാണം നടക്കാൻ. അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ എല്ലാ പാവങ്ങളോടും ഒരിക്കൽ കൂടെ ഇപ്പോൾ ഞങ്ങൾ ഏറ്റു പറയുകയാണ്. പുരോഹിതരെന്ന നിലയിൽ ഞങ്ങൾ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകാതെ സഭ പള്ളിക്ക് വേണ്ടിയും വസ്തുക്കൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വഴക്ക് പിടിച്ച് തമ്മിത്തല്ലി ദൈവനാമം ദുഷിപ്പിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പുരോഹിതരായ മഹാപുരോഹിതരായ എല്ലാവർക്കും നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഒരിടേനും ഒരു തൊഴുത്തുവാണെന്ന് കാണിച്ചിട്ട് ഈ യേശുവിനെ സാക്ഷിച്ചാൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് പേര് യേശുവിൻ്റെ സന്നിധിക്ക് വരും. അവരെ വളർത്തി ദൈവസന്നിധിയിൽ കല്യാണത്തിന് കൊണ്ടുപോകാൻ ഒക്കുമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ് തമ്മിൽ. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടാന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. വായിക്ക് സ്തുതി ആദ്യം നന്മയത്തിൻ്റെ കന്യമേണം ഒന്നേക്കുണ്ടായിക്കട്ടെയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ കന്യമറിയാമനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാഴ്ച നാളെ നമ്മൾ വചനിപ്പ് പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ വളരെ നേരത്തെ നമ്മൾ ആരംഭിച്ചതാണ്. നാളത്തെ ആ വചനിപ്പ് പെരുന്നാൾ നമ്മുടെ ഒരു പുത്തൻ അനുഭവമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കാം. വചനിപ്പിൻ്റെ അനുഭവം നമ്മുടെ ദേഹിയിലുണ്ടായി, നമ്മുടെ ആത്മാവിൻ്റെ ദൈവവും കത്തി, അത് തണ്ടിന്മേലായി. കർത്താവിനെ ഇതുവരെ സാക്ഷിക്കാനൊക്കാത്ത കുറ്റബോധം നമുക്കുണ്ട്. നാളത്തെ വചനിപ്പ് പെരുന്നാളെങ്കിലും പൂർണ്ണതയിലെത്തിയിട്ട് നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാകുവാനുള്ള കൃപ കർത്താവ് തരും. സാക്ഷ്യത്തിന് പ്രത്യേകതകളുണ്ട്. വചനിപ്പ് പെരുന്നാൾ വിജയിച്ചാൽ നമ്മുടെ ഉള്ളിൽ യേശു ജനിച്ച കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഗർഭത്തിൽ ജനിക്കുന്ന കാര്യം അമ്മയും അപ്പനും അറിയാത്ത ഒരു സമയമുണ്ട്. പക്ഷെ ആദ്യം അമ്മ അറിയും.
1 മാസം കഴിയുമ്പോൾ വിവരം അറിയാം. എങ്ങനെയാണെന്ന് പറയുന്നത് ഞാൻ തെളിച്ച് പറയണ്ടല്ലോ. 1 മാസം കഴിയുമ്പോഴേ ഒരു കൊച്ചകത്തുണ്ടെന്നുള്ള കാര്യം അതിന് പല സൂചനകളുണ്ട്. അത് കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയും, കേട്ടോ എനിക്ക് വിശേഷമുണ്ട്. ഇപ്പോൾ 2 പേരറിഞ്ഞു. അപ്പോൾ വീട്ടുകാരൊക്കെ അറിഞ്ഞു. പിന്നെ ചെക്കപ്പ് ചെയ്യാനായിട്ട് ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ അറിഞ്ഞു. ഇങ്ങനെയങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കുക. ബുദ്ധിയുള്ളവരാണ് 5 മാസം ഒളിച്ചു വെക്കും, കൊച്ചിന് ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ. എലിസബത്ത് അമ്മച്ചി 5 മാസത്തെ കാര്യവിവരം അറിയിച്ചില്ലെന്നാണ്. അപ്പോൾ കൊച്ചു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. കാരണം ഈ പിള്ളേർക്ക് ഗർഭത്തിൽ കിടക്കുമ്പോൾ നല്ല ഉറക്കം വേണം. കൂടുതൽ സമയം ഉറങ്ങിയെങ്കിലേ അതിൻ്റെ എല്ലാ അവയവങ്ങളും ശരിക്കും വളരുള്ളൂ. അതിനിടയ്ക്ക് ചെക്കപ്പിനും പരിശോധനയ്ക്കും വിശേഷം പറച്ചിലിനും പോകാൻ തുടങ്ങിയാൽ ഈ കൊച്ചു കിടന്ന് കുളയും. അത് ശരിക്കും വളരാനൊക്കെയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ആരോഗ്യമോ ബുദ്ധിയോ ഇല്ലാത്തതിൻ്റെ കാര്യം തന്നെ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്നേരം തന്നെ പെരളിയാണ്. പിന്നെ എല്ലാവരും വിവരം അറിയിക്കുക, ഫോൺ വിളിക്കുക, വിശേഷം പരിശോധന, ഇതെല്ലാം കൊച്ചിൻ്റെ ഡിസ്ട്രാക്ഷനാണ്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ യേശു ഉണ്ടായ ആദ്യത്തെ 5 മാസത്തേക്ക് ആരും അറിയരുത്, തള്ള മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ കൊച്ചു സ്വസ്ഥമായി കിടന്ന് വളർന്നോളും. അത് കഴിഞ്ഞാൽ പിന്നെ തന്നെ അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ അമ്മയും അപ്പനും വീട്ടുകാരും നാട്ടുകാരൊക്കെ പയ്യെ അറിഞ്ഞാൽ മതി. അതിനുശേഷം ആദ്യത്തെ 2-3 മാസത്തിനുള്ളിൽ ആദ്യം കണ്ടുപിടിച്ചത് എലിസബത്ത് അമ്മച്ചിയാണ്. അത് കൊട്ടിഘോഷിച്ചിട്ടല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ. പരിശുദ്ധാത്മാവ് പറഞ്ഞത് വരുന്ന പഴയ മറിയക്കുട്ടി അല്ലത്, ഇത് കർത്താവ് ആരാ പിന്നെ, ഇത് ഭർത്താവിന്റെ അമ്മച്ചിയായി വരുന്നെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതങ്ങ് വിളിച്ചു പറഞ്ഞു. വലിയ സന്തോഷമായി, വലിയ ഭാഗ്യമായിട്ട് അതിനെ കഴിയും. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വചനിപ്പ് കഴിഞ്ഞ് യേശു ജനിച്ച കാര്യം രഹസ്യമായിട്ട് പരിശുദ്ധാത്മാവ് വേണം ആരുടെങ്കിലും പറയാൻ. അത് ഈ കൊച്ചിനെ വളർത്താൻ കഴിവുള്ള അവരോട് മാത്രമേ കർത്താവ് പറയുള്ളൂ. എല്ലാവരും അറിയേണ്ട കാര്യം എലിസബത്ത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അവർ 2 പേരും കൂടിയാണ് അവർ 2 പേരുടെയും പിള്ളേരെ അകത്തിട്ട് വളർത്തിയത്. 6 മാസമായി എലിസബത്തിന്, ഇവിടെ 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ 2 പിള്ളേർക്കും ആ കൂട്ടായ്മ വളരെയധികം ഉതകി. അപ്പൊ രഹസ്യമായി യേശു നമ്മൾ ജനിച്ച ശേഷം ആത്മാവിൽ നമ്മളെ അറിയുന്നതോടുകൂടെ കൂട്ടായ്മ ആചരിക്കണം. അതിനാണ് ഈ സങ്കേതഭവനത്തിൽ വരുന്നത്. അപ്പൊ സങ്കേതഭവനത്തിൽ വരുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും കാണരുത്, അത് മതി. അവിടെ ആരാധിച്ചാൽ മതി. ആ ഒരു ആവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവ്, എനിക്ക് നാളെ വചനിപ്പ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ വചനിപ്പ് കഴിഞ്ഞ് യേശു കുഞ്ഞ് പോകും. യേശുവിൻ്റെ വല്ല ലക്ഷണവും ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലേ? അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വചനിപ്പ് കഴിഞ്ഞിട്ട് പൂമ്പടി വേറെ എങ്ങാണ്ടാണ് വീണത്. പൂമ്പടി പുഷ്പത്തിനകത്ത് വീണാലേ കായാവുള്ളൂ കേട്ടോ. അത് വീണ്ടടുത്ത് വീണാലേ കായാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാളത്തെ വചനിപ്പെല്ലാം എങ്ങാണ്ടൊക്കെ പോയി വീണു, കിട്ടുന്നിടത്ത് കിട്ടിയില്ല, നടക്കേണ്ടതായി നടന്നില്ല. ഈ കൊല്ലത്തെയെങ്കിലും വചനിപ്പ് വരുന്നു കഴിഞ്ഞാൽ ഞാൻ ആരോടും മിണ്ടുകയില്ല, എനിക്ക് വരെ മനസ്സിലാവും. മറിയാമിന് തൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യം മാലാഖ പറഞ്ഞപ്പോഴേ വിവരം മനസ്സിലായി. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ ഇഷ്ടം നടക്കട്ടെ. അപ്പോൾ ആ ഇഷ്ടപ്രകാരം ആ കുഞ്ഞ് തൻ്റെ ഉള്ളിൽ ജനിച്ചതിൻ്റെ ആ ഒരു സന്തോഷം, ഏറ്റവും വലിയ സന്തോഷമായി താൻ ആനന്ദിച്ചു. താൻ കണ്ണുനീരോടെ ആനന്ദഭാഷം തൂകി ആ കുഞ്ഞിനെ രഹസ്യമായിട്ട് വളർന്നോളാൻ പറഞ്ഞു. അങ്ങനെ രഹസ്യമായി ഈ കുഞ്ഞിനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആനന്ദഭാഷം തൂകി വളർത്തേണ്ട ഒരു കാലമുണ്ട്. അതിനുശേഷം നമ്മുടെ യേശു കുഞ്ഞുണ്ടെന്ന് ആത്മാവുള്ളവർ മാത്രം മനസ്സിലായാൽ മതി. അവരോടുള്ള കൂട്ടായ്മയിൽ മാത്രം വളരേണ്ട ഒരു കാലമാണ്. അതുവരെയും മറഞ്ഞിരിക്കണം. അങ്ങനെ 3 മാസത്തെ ആ 90 ദിവസത്തെ രഹസ്യമായ പ്രാർത്ഥന 2 പിള്ളേർക്കും സന്തോഷമായിരുന്നു. വാർദ്ധക്യത്തിലായിരിക്കും എലിസബത്തിന്റെ സുഖപ്രസവം കിട്ടി. സിസേറിയൻ വേണ്ടി വന്നില്ല. സാധാരണഗതിക്ക് വയസ്സിയ വിഷം അരിഷ്ട ഒത്തിരി ഉണ്ടായേനെ. പക്ഷെ ഇവർ 3 മാസം വീട്ടിലെ ജോലിയെല്ലാം അങ്ങ് ചെയ്തിട്ട് കൂട്ടായ്മ ആചരിച്ചപ്പോഴത്തേക്ക് പുതുക്കിയ യൗവനം പുതുക്കി കിട്ടി എലിസബത്തിന്. നോർമലായിട്ടൊരു പ്രസവം അങ്ങ് നടന്നു. അത് കഴിഞ്ഞിട്ടാണ് മറിയാൻ ഇങ്ങോട്ട് പോരുന്നത്. ഇതുപോലെ എല്ലാം നോർമലായിട്ട് നടക്കണമെങ്കിൽ കൂട്ടായ്മ വേണം. കർത്താവിൽ സന്തോഷിക്കണം, ആരാധിക്കണം. അതുകൊണ്ട് ആരാധനയും ധ്യാനവും മുടക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഒന്നിനും ബ്ലോക്ക് വരാതിരിക്കാനാണ്. എല്ലാ ബ്ലോക്കിനെയും അതിജീവിച്ചുകൊണ്ട് യേശു കുഞ്ഞിനെ വളർത്തി അങ്ങനെ ആത്മീയരുടെ ഇടയിൽ മാത്രം അറിഞ്ഞ് അങ്ങനെ ക്രിസ്മസ് വരെ ഇത് രഹസ്യമായി മാതാവും യോസേഫും യോസേഫിനടുത്ത് വെളിപ്പാട് കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ. അവർ 2 പേരും കുഞ്ഞിനെ രഹസ്യമായി വളർത്തുകയാണ്. ആ ക്രിസ്മസിന്റെ അന്നായപ്പോഴത്തേക്ക് വിദ്വാൻമാർക്ക് വിവരം അറിഞ്ഞിട്ട് അവർ നടന്നു വരിക. ആട്ടിടയരാണ് ആദ്യം വിവരം അറിയുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും
ദൈവം നമ്മളെ സംരക്ഷിക്കാൻ പറ്റിയ ആളുകളെ വിവരം അറിയിച്ച് അവർ വന്ന് നമ്മളെ സന്ദർശിക്കുകയും കൊച്ചിനെ കാണാൻ വരികയൊക്കെ ചെയ്യും. കൊച്ചിന് സമ്മാനമൊക്കെ ആയിട്ട് സോപ്പ്, വസ്ത്രം, അരിഞ്ഞാണം, പൊന്നെ, മോതിരം, എന്തൊക്കെ സാധനം കൊണ്ടിരുന്നേ ഇങ്ങനെ സമ്മാനങ്ങളുമായിട്ട് നമ്മുടെ യേശു കുഞ്ഞിന് സമ്മാനമായിട്ട്. അതുകൊണ്ട് നമുക്ക് യേശു കുഞ്ഞിനെ വളർത്താൻ സാധിക്കില്ല. ഈ പാവപ്പെട്ട അമ്മച്ചിക്ക് ഈ കിട്ടിയ പൊന്നും നൂരും കുന്തിരിക്കും ഒക്കെ വളരെ പ്രയോജനപ്പെടും. കാരണം കൊതുകടി കൊണ്ട് അവിടെ കിടക്കുന്നത്. ഈ കുന്തിരിക്കം ഒന്ന് പുകച്ചാലേ കൊതുക് അങ്ങ് പോകും. കുന്തിരിക്കും, പൊന്നെ, മൂര്. അപ്പോൾ അതൊക്കെ അന്നത്തേക്ക് അത്യാവശ്യം ഈ പൊന്ന് വെച്ചാൽ ചെലവ് കഴിയാനുള്ളതായി. അത് കഴിഞ്ഞപ്പോൾ അവിടെ വിദ്വാന്മാർ കൊണ്ടുവന്നത് അവരും കൊണ്ടു അവരുടെ അതെ. പിന്നെ ആട്ടിടയന്മാർ വന്നപ്പം കമ്പിളി കൊണ്ട് കൊടുത്ത് കാണുമായിരിക്കും കൊച്ചിന് പുതയ്ക്കാനൊക്കെ കൊച്ച്. അപ്പോൾ അതുപോലെ ഇച്ചിരി പാല് കൊണ്ട് കൊടുത്ത് കാണും, നല്ല ചൂട് പാല്. അപ്പോൾ അവരുടെ ഓരോ സന്ദർശകളിൽ ഓരോന്ന് കൊടുത്തു വിടും. അപ്പോൾ നമ്മുടെ യേശു കുഞ്ഞിൻ്റെ ഓരോ പ്രായത്തിലും ആവശ്യമുള്ളത് തരാൻ വേണ്ടി ഓരോരുത്തർക്ക് വെളിപ്പാട് കൊടുത്ത് അങ്ങനെയുള്ളവരേ വരുള്ളൂ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും. അങ്ങനെ നമ്മളെ വളർത്തി പെന്തക്കോസ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സാക്ഷ്യം പറയുന്ന അവസ്ഥ നമുക്കുണ്ടാവും. അത് ഇതുവരെ നമുക്കുണ്ടായിട്ടില്ല. അത് ആ കുറവ് പരിഹരിച്ചാൽ ഒരു ഡേനും ഒരു തൊഴുത്തും ആകുന്ന അവസ്ഥയിലേക്ക് വളരാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, നാളത്തെ ഭജനിപ്പ് പെരുന്നാൾ കഴിഞ്ഞ് രഹസ്യമായി യേശു ജനിക്കുന്ന സന്തോഷം അനുസ്മരിച്ച് ഒന്ന് കരയാനുള്ള കൃപ എനിക്ക് തരണം. ആനന്ദഭാഷം തൂകി എൻ്റെ യേശു എൻ്റെ ഉള്ളിൽ ജനിച്ച സന്തോഷത്തിൽ ആ യേശുവിനെ ഒന്ന് വളർത്താനും ആ യേശുവിനെ വളർത്താൻ പറ്റിയ കൂട്ടായ്മ എനിക്ക് തരണം. മറക്കേണ്ടടുത്ത് മറയ്ക്കാനും ഉൾക്കൊള്ളിടത്ത് ഉൾക്കൊള്ളാനും സഹായിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന തുടരുകയാണ്. ഇത്രയും കാര്യമാണ് ഇപ്പോഴത്തെ ധൂപപ്രാർത്ഥനയ്ക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ഇന്ന് വിശുദ്ധ ലൂക്കോസ് 8:16 തൊട്ട് 21 വരെയുള്ള ഭാഗത്തിൽ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, പെന്തക്കോസ്ത് പെരുന്നാളിൽ ശിഷ്യന്മാർക്ക് കിട്ടിയ അനുഭവം, പെന്തക്കോസ്ത് കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് പൗലോസിയായി കിട്ടിയത് അനുഭവം യൂറോപ്പിൽ മുഴുവനും പ്രസിദ്ധമായി. എങ്ങനെയാണ് അനേക സഭകളുണ്ടായത്. ഈ കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന സമയം കർത്താവ് പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. അതായിരുന്നു നമ്മളിന്ന് വായിച്ച മറ്റൊരു ഭാഗം. മാതാവും സഹോദരന്മാരും യേശുവിനെ കാണാൻ വന്നു. ആൾത്തിരക്ക് നിമിത്തം അവനെ സമീപിക്കാനൊക്കെ കഴിഞ്ഞില്ല. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും പേരെൻ്റെ കൊച്ചിൻ്റെ അടുത്ത് വന്നല്ലോ, ഈ യേശുവിനെ തപ്പി വന്നല്ലോ, ഞാൻ അതിനുവേണ്ടിയാണ് അവൻ യേശു എന്ന് പേരിട്ടത്. മാലാഖ പറഞ്ഞില്ലേ യേശു എന്ന് പേരിടാൻ അപ്പോൾ തേണ്ട ലോകത്തിൽ ഇത്രയും പേര് വന്ന് രക്ഷയുടെ വചനം കേൾക്കുന്നു, കൊള്ളാൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആളെ ഒതുങ്ങുന്ന വരെ പുറയിലോട്ട് മാറി നിന്ന് കണ്ടങ്ങ് ആനന്ദിച്ചു. ഇതൊക്കെ വന്ന് കർത്താവ് കൗൺസിലിംഗ് നടത്തുന്നതും വചന ശുശ്രൂഷ ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുന്നതെല്ലാം കണ്ടങ്ങ് ആനന്ദിച്ചു. അങ്ങനെ ഇങ്ങോട്ട് നടക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും ഊഴം കഴിയുമ്പോൾ ഏറ്റവും അവസാനമാണ് പിന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എത്ര സാവകാശമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. മാതാവ് സഹോദരന്മാരെ കാണാൻ വന്നു. ആൾത്തിരക്ക് നിമിത്തം സമീപിക്കുവാൻ കഴിയാതെ വെളിയിൽ മാറി അങ്ങ് നിന്നു. അപ്പം മുൻകൈ എടുത്തത് ആരാ? മാതാവ് വന്ന് അങ്ങോട്ട് മാറി നിൽക്കുക, എൻ്റെ മോനെ ഞാൻ കാണട്ടെ, നിങ്ങൾ മാറ് എല്ലാവരും ഉദ്ധരിച്ചോ. പള്ളി വരുന്ന ചിലരെ അങ്ങനെ എനിക്ക് എൻ്റെ സീറ്റായത് മാറുന്ന മതി തള്ളി മാറ്റാറുണ്ട് ചിലപ്പോൾ. ആരാന്നറിയാവോ? അത് ശരിയാണോ? അല്ല, എല്ലാവരും ഇരുന്നിട്ട് ബാക്കി സീറ്റിലേക്ക് മതിയെന്ന് പറയണം. അവരെ യേശുക്കുഞ്ഞിനെ ആദരിക്കുന്നത്. മറ്റുള്ളവരുടെ ഉള്ളിൽ യേശുക്കുഞ്ഞിനെ നമ്മൾ ആദരിക്കുക, എന്നിട്ട് മാറി നിൽക്കുക. അവർ നമുക്ക് തരുന്ന സ്ഥാനത്ത് നമ്മൾ പോയി ഇരിക്കുക. ഏറ്റവും പുറകിൽ പോയി നിൽക്കുക നല്ലത് കേട്ടോ. ഏറ്റവും പുറയിൽ ഇരുന്നിട്ട് ആരെങ്കിലും പറയണം മുമ്പോട്ട് കയറിയിരിക്കുക. അതുവരെ എല്ലാ സീറ്റും മറ്റുള്ളവർക്ക് റിസർവ് ചെയ്തേക്കുക. ഒരു സീറ്റും ഇല്ല, ഞാൻ നിന്നോളാം, താഴെ ഇരുന്നോളാം. അത് കണ്ടാണ് നമ്മുടെ ഉള്ളിൽ യേശുവിനെ തിരിച്ചറിയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് മാതാവിൻ്റെ മാതൃക, മാതാവ് ആയിരക്കണക്കിന് പേരെ യേശുവിൻ്റെ അടുത്ത് വരുന്ന കണ്ട് ആനന്ദിച്ചുകൊണ്ട് ഏറ്റവും പുറകിൽ പോയി നിന്നു. ആരെയും തള്ളി മാറ്റിയിട്ട് മുമ്പോട്ട് കയറിപ്പോയില്ല. ഞാൻ അമ്മയാ, മാറി നിൽക്കടി എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. ഇത് കണ്ടപ്പോഴേ ഈ മാതാവിനെ പരിചയമുള്ള ആരൊക്കെയോ ഇതിനകത്തുണ്ടായിരുന്നു. അവരെന്നാ പറഞ്ഞു? ആൾത്തിരക്ക് നിമിത്തം അവനെ സമീപിക്കാൻ കഴിയാഞ്ഞപ്പോൾ ചിലർ എന്ന കർത്താവിനോട് പറയാം, നിന്റെ മാതാവ് സഹോദരന്മാരെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിനേക്കാൾ മറ്റുള്ളവരും കർത്താവും പറയുന്നതാണ്. അതുവരെ കാത്തിരിക്കുകയാണ് നല്ലത്. ദൈവവചനം കേട്ട് അത് അനുഷ്ഠിക്കുന്നവനാണ് എൻ്റെ മാതാവ് സഹോദരി എന്ന് ആ കൂട്ടത്തിൽ കർത്താവ് ഒരു ബൈബിൾ ക്ലാസ്സും അങ്ങ് നടത്തി. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്നാ? മാതാവിനെ കർത്താവ് അവഗണിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. മാതാവിനോട് സ്ഥാനം നിങ്ങൾക്ക് ഞാൻ തരാം. അത് മാതാവ് സമ്മതിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ പുറകെ പോയി നിന്നത്.
വേണം തള്ളി കയറി വരായിരുന്നു, വന്നില്ല. നിങ്ങളെ ആ മാതാവിനെ പോലെ സ്നേഹിക്കുന്നു, നിന്നെ പോലെ തന്നെ അയൽക്കാരന്. ആ പുതിയ നിയമത്തിലെ കൽപ്പന ആദ്യമായി പൂർണ്ണമായി അനുസരിച്ചത് ആരാ? യേശു. മാതാവും യേശു. അപ്പൊ ആ യേശു പഠിപ്പിച്ച കാര്യം മാതാവാണ് ഏറ്റവും അധികം. എൻ്റെ ആവശ്യമായി യേശുവിനെ കാണാൻ എനിക്ക് ആവശ്യമുണ്ട്, അതുപോലെ അവരുടെ ആവശ്യം ആദ്യം അങ്ങ് നടക്കട്ടെ. അവരുടെ ആവശ്യമാണ് എന്നേക്കാൾ വലിയ ആവശ്യം, എൻ്റെ ആവശ്യം പോലെ അവരുടെ ആവശ്യം ആദ്യം നടക്കട്ടെ എന്ന് പറയുമോ? അപ്പൊ ഈ വരുന്നവരുടെ എല്ലാ ആവശ്യം എൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ ആരെങ്കിലും തള്ളി മാറ്റുമോ? ഇല്ല. അപ്പൊ ആ സ്വഭാവം മാതാവിൽ നമുക്ക് പഠിക്കണം. അത് ക്ഷമ ചോദിക്കണ്ടേ? നമ്മൾ പലരെയും തള്ളി മാറ്റിയിട്ടുണ്ട്, പലരെയും മുന്തി മാറ്റിയിട്ടുണ്ട്, എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞ് കയറി ഇരുന്നിട്ടുണ്ട്. അത് എന്തൊരു സാക്ഷ്യമായിരിക്കും കൊടുത്തത്? നമ്മുടെ സ്വാർത്ഥതയുടെ അകത്തിരിക്കുന്ന പിശാചിനെ കണ്ടു കാണും. കർത്താവിനെ കാണാനും പോവും ഇല്ല. അപ്പൊ ഇത് മാതാവ് ഇങ്ങനെ മാറി വെളിയിൽ പോയി നിന്നപ്പോൾ കർത്താവോട് പറയുകയാണ്, ഈ മാതാവിൻ്റെ മാതൃക നിങ്ങൾ കണ്ടോ? ആ മാതാവിനെ പോലെ ഞാൻ നിങ്ങളെ ആദരിക്കാം. മാതാവിന് വചനം കേട്ട്, വചനം വിശ്വസിച്ച്, വചനം സ്വീകരിച്ച് എന്നെ വളർത്തി പ്രസവിച്ച് ഈ പരുവത്തിലാക്കി. നിങ്ങൾക്കും ആകായത് അതേ വചനമാണ് ഞാൻ നിങ്ങൾക്ക്. ആ വചനം നിങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ ഞാൻ ഈ അമ്മയെ പോലെ നിങ്ങളെയും ആദരിക്കാം, എൻ്റെ സഹോദരങ്ങളെ പോലെ ഞാൻ നിങ്ങളെ ആദരിക്കാം. എന്തൊരു വലിയൊരു പദവിയാണ്. കർത്താവിൻ്റെയും കർത്താവിൻ്റെ സഹോദരന്മാരുടെ സ്ഥാനത്തേക്ക് നമുക്ക് ഇതുവരെ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ കർത്താവ് മാതാവിൻ്റെ മാതൃകയിൽ പൂർണ്ണമായി കർത്താവിനെ സ്വീകരിച്ചിട്ട് മാതാവിനോളം വളരുവാൻ, ദൈവേഷ്ടം ചെയ്യുവാൻ. മാതാവിനെ ഏറ്റവും അധികം ദൈവേഷ്ടം ചെയ്തയാള് മാതാവായതുകൊണ്ട് അങ്ങനെ മാതാവായി. അതുപോലെ നമ്മൾ വചനം 100% അംഗീകരിക്കാമെങ്കിൽ മാതാവിൻ്റെ അത്രയും സ്ഥാനം ദൈവം നമുക്കും തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ അവസ്ഥയിൽ യേശുവിനെ വളർത്തുവാനും സാക്ഷിക്കുവാനും മറ്റുള്ളവർക്ക് യേശുവിനെ കിട്ടാൻ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ആ വചനം അതിൽ പ്രയോഗിക്കണം. അപ്പം അയൽക്കാരെന്ന് പറയുന്ന ഒരു ആവശ്യക്കാരാണ്. കർത്താവ് നല്ല ശമരിയാക്കാരൻ്റെ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്നത് അയൽക്കാരെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്നവർ മാത്രമല്ല, ആവശ്യക്കാരെല്ലാം നമ്മുടെ അയൽക്കാരാണ്. എന്നും ഒരേ കൂട്ടരായിരിക്കില്ല ആവശ്യക്കാർ. നല്ല ശമരിയാക്കാരൻ്റെ കൂട്ടുകാരൻ അന്ന് ആരായിരുന്നു? വഴിയിൽ മുറിവേറ്റ് കിടന്നയാൾ. വഴിയിൽ മുറിവേറ്റ് കിടന്നയാളായിരുന്നു അയാളുടെ അന്നത്തെ അച്ഛൻ്റെയോ കപ്പയാരുടെയോ അല്ലായിരുന്നു. അച്ഛൻ്റെയും കപ്പയാരുടെയും കൂട്ടുകാരാരാ? പള്ളി വന്നിരിക്കുന്നവരാ. കപ്പയാരി എന്ന് അടിച്ചു കാച്ചാലേ കപ്പ ഉണ്ടാവുള്ളൂ, അച്ഛൻ പോയാലേ കുർബാനയും നടക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് പോകുന്നതുകൊണ്ട് ഇന്ന് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരാരാ? അയൽക്കാരൻ. പള്ളി വന്നിരിക്കുന്നവർ. കപ്പയാരുടെ കൂട്ടുകാരാരാ? പള്ളി ഇരിക്കുന്നവർ. ഇവർ രണ്ടും കൂടി ചെന്നെങ്കിൽ പള്ളിയിലെ വരുന്നവരുടെ കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് എൻ്റെ പരിപാടി അല്ലെന്ന് പറഞ്ഞ് അവർ പോയി. അത് ദോഷം വല്ലതും ഉണ്ടോ? അവരവരുടെ പണിക്ക് പോയി. അതുകൊണ്ടാണ് നല്ല ശമരിയാക്കാൻ ഇങ്ങനൊരു പണി കിട്ടിയത്. മനസ്സിലായോ? അപ്പൊ എല്ലാവരുടെയും എന്നും കൂട്ടുകാരാകാൻ ഒക്കുകയില്ല. ഇന്ന് എൻ്റെ കൂട്ടുകാരാരാണ് എന്ന് കർത്താവിനോട് ചോദിച്ചാൽ വഴിയിലും പള്ളിയിലും ഒക്കെ നമ്മുടെ കൂട്ടുകാരെ കാണാൻ സാധിക്കും. അവരെ നമ്മളെ പോലെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വാർത്ഥത ഇതിനകത്ത് കയറി വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്വയവും സ്വാർത്ഥതയും കയറി വരുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നു നല്ലൊരു വേലക്കാരിയെ കണ്ടെന്നിരിക്കട്ടെ, മിടുമിടുക്കി നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നു, അധികം ശമ്പളവും വേണ്ട, പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വന്തം പോലെ കരുതി കഴിയുമ്പോൾ നമ്മൾ അതിഥികളായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ശകല അസൂയ. അവർക്ക് നല്ലൊരു വേലക്കാരിയെ കിട്ടിയാൽ എനിക്ക് ഞാൻ കിടന്ന് കഷ്ടപ്പെടുക, ഇവിടെ കഴിഞ്ഞ് കിട്ടിയാലെന്താ? രഹസ്യമായിട്ട് വന്നൊരു ടിപ്പൊക്കെ കൊടുത്തിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകണം കേട്ടോ, രഹസ്യമായിട്ട് പറയുക. അതിൻ്റെ അർത്ഥം എന്താ? ഒരു നല്ല വേലക്കാരിയെ നമ്മൾ പോയ വീട്ടിൽ കണ്ടു, എൻ്റെ വീട്ടിൽ വേലക്കാരും നിൽക്കുന്നില്ല, വേറെ കാര്യം കിട്ടുന്നില്ല, ഞാൻ വേല ചെയ്ത് മടുത്ത്. ഇത് നല്ല മിടുക്കിയൊരു വേലക്കാരി. തന്നെ പോലെ തന്നെ വേലക്കാരെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വേലക്കാരിയെ തട്ടിക്കൊണ്ട് പോകും. നമ്മുടെ സൂത്രത്തിൽ വേല വെച്ച് എവിടെ വെച്ച് ഇന്നടത്തൊന്നൊന്ന് വരണം കേട്ടോ, നീ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇന്നടത്ത് വന്ന് കാണാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് വീട് കൊണ്ട് കാണിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി വേറെ ഏതെങ്കിലും പ്രലോഭനങ്ങളൊക്കെ നടത്തി അവരെക്കാൾ ഇവരാ കേമര്, അതിനേക്കാൾ ശമ്പളം ഞാൻ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു വീട്ടിലെ വേലക്കാരിയെ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ അതിൻ്റെ പേരെന്നാ? സ്വാർത്ഥതയെന്ന. തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള വചനം ശരിയായോ? എനിക്ക് ഒരു വേലക്കാര്യത്തിൽ ഉള്ള പോലെ തന്നെ ഇവർക്കും വേലക്കാര്യത്തിൽ വേണമെന്നാണ്. അവർക്കെല്ലാം ഉണ്ടല്ലോ, നീ എൻ്റെ കാര്യം നടന്നാൽ മതിയല്ലോ. അത് ആരോടാ പറയേണ്ടത്? കർത്താവിനോടാ പറയണത്. അല്ല ആരുടെയും തട്ടിക്കൊണ്ട് പോവുകയല്ലേ വേണ്ടത്. അത് 10ാം കൽപ്പനയുടെ തെറ്റും കൂടി. 10ാം കൽപ്പന പറയുന്നതാ, മറ്റുള്ളവരുടെ ഭാര്യയെയോ ഭർത്താവിനെയോ വേലക്കാരെയോ വസ്തുക്കളെയോ ഒന്നും മോഹിക്കരുത്. മോഹം വരുത്തുന്ന ആരാ? പിശാച്. ആ മോഹം വരുത്തുമ്പോൾ ബോധം അങ്ങ് മറയും.
ഏതാ? ബോധം പറഞ്ഞിട്ട് കണ്ടാൽ കൊള്ളാവുന്നില്ല എനിക്ക് വേണം, കൊള്ളാവുന്നില്ല എൻ്റേതായിരിക്കണം, ആർക്ക് എന്നാ പോയാലും എനിക്ക് എന്നാ, അതിൻ്റെ പേരെന്നാ? സ്വാർത്ഥത. ആ സ്വാർത്ഥതയ്ക്കകത്ത് ആരുണ്ട്? അപ്പോൾ 10-ാം കൽപ്പനയും ലംഘിച്ച് കിട്ടി. 10-ാം കൽപ്പന ലംഘിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നമുക്ക് ആരോടെല്ലാം മോഹം തോന്നിയിട്ടുണ്ട്, ആരെയെല്ലാം കണ്ടിട്ടുണ്ട്, ഇതിനെല്ലാം കണ്ടിട്ടുണ്ട്. കണ്ടുവെച്ച് നിവൃത്തിയില്ലാഞ്ഞിട്ട് കൊണ്ടുപോകാഞ്ഞതാണ്. താക്കാൻ കിട്ടിയാൽ തടിച്ചോണ്ട് പോകും. അതിനുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയേണ്ട പാവം. ഇപ്പം ഇന്ന് കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് ആ പാവം ഏറ്റു പറയണം. കർത്താവേ, ഞാൻ ഇതിനെ പലരെയും കണ്ട് അസൂയപ്പെട്ടു, എനിക്കില്ലാതെ ഞാൻ നീരസപ്പെട്ടുകൊണ്ട്, ഞാൻ താക്കാൻ കിട്ടിയാൽ തട്ടിക്കൊണ്ട് പോകാൻ പലർക്കും പല വേലകൾ വെച്ച് ക്ഷമിക്കണേ എന്ന് പറയണം. അപ്പം നമ്മളെപ്പോലെ നമ്മുടെ ആവശ്യം, മറ്റുള്ളവരുടെ ആവശ്യം നമ്മുടെ ആവശ്യമായി, അവരുടെ ആവശ്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ തോന്നുമോ? കർത്താവ് വേലക്കാരില്ലാത്തവരുടെ എല്ലാം വീട്ടിൽ വേലക്കാരെ കൊടുക്കണേ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കാന്നിരിക്കട്ടെ. വേലക്കാരുള്ള വീട്ടിലെല്ലാം ചെല്ലും, അയ്യോ അവർക്ക് കിട്ടിയാൽ കൊള്ളാം, ഒരു പ്രാർത്ഥന മറുപടിയായി, ഇനി എൻ്റെ കാര്യം നടന്നാൽ മതി. അപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യമായി പ്രാർത്ഥിക്കാമെങ്കിൽ അസൂയ തോന്നുമോ? പക്ഷേ ആ കാര്യം ശരിയാക്കിയില്ലെങ്കിൽ പിശാച് കയറി നമ്മളെ മറപ്പിച്ച് കളയും, നമുക്ക് ബോധക്കേട് വരുത്തും. അത്യാഗ്രഹം സാധിക്കാൻ വേണ്ടി എപ്പോഴാണ് ബോധക്കേട് വരുന്നതെന്നറിയാമോ? ദാവീദിനെ അലസത വന്നപ്പോഴേ, പ്രാർത്ഥന മുടക്കിയപ്പോഴേ ബോധക്കേട് വന്നു. വ്യഭിചാര ദുർബോധം അകത്തോട്ട് അങ്ങോട്ട് കയറി, ബോധം അങ്ങ് പറഞ്ഞു, പിന്നെ അത്യാഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥന മുടക്കി വെച്ച് പിന്നെ ഉലാത്തണമെന്ന് തോന്നി. ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ യൂരിയാമിൻ്റെ ഭാര്യയെ കണ്ടു, അവിടെ ഒന്നുകൂടെ നോക്കണമെന്നായി, സ്വന്തമാക്കണമെന്നായി. ബോധം ഉണ്ടെങ്കിൽ ചെയ്യുമോ? ബോധം പോയി, മനസാക്ഷി തകർന്നു, വ്യഭിചാര ദുർബോധം അകത്ത് കയറി, ബോധവിചാരതയും കൈയടക്കി. പിന്നെ ബോധമില്ലാത്ത സ്റ്റെപ്പുകളാണ് ഓരോന്ന്. അത് കഴിഞ്ഞാൽ ആഗ്രഹിച്ച സാധിച്ചേ അടങ്ങുമെന്ന് വിചാരിച്ച് ആളിനെ വിട്ട് ഊരിയാമിൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് വ്യഭിചാരം ചെയ്തു. ബോധം ഉണ്ടെങ്കിൽ അന്നേരമെങ്കിലും മാറരുതായിരുന്നോ? അന്നേരമെങ്കിലും പ്രാർത്ഥിക്കായിരുന്നു, അതും ചെയ്തില്ല. എന്നിട്ട് പിന്നെ ഇത് മറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. രാജാവിൻ്റെ അധികാരവും ശക്തിയും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ചത് മറയ്ക്കാനുള്ള പരിപാടി. ഒരു കൊല്ലം പോയി കിട്ടി. അപ്പോൾ ഒരു സന്ധ്യാപ്രാർത്ഥന മുടക്കിയാണ്, ഒരു കൊല്ലത്തേക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ ഒത്തിട്ടില്ല. പാപം മറിക്കാൻ വേണ്ടിയുള്ള ഒന്നിനു പുറകെ ഒന്ന് കള്ളങ്ങളാവുന്നേ. അങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ പിന്നെ വേറെ പല കള്ളങ്ങൾ പറഞ്ഞാലേ നിൽക്കാൻ ഒക്കുള്ളൂ. ഇങ്ങനെ പാപത്തിന്മേൽ പാപം കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ആ ദാവീദിന് ബോധം വന്നപ്പോഴാണ്, നാഥാൻ പ്രവാചകൻ ചെന്നപ്പോഴാണ്. അതുവരെ ബോധമില്ലായിരുന്നു. ഇവർക്ക് ബോധമില്ലാതെയാണ് ചെയ്യുന്നുള്ള ബോധം നമുക്കും ഇല്ലാതാകാം. നമ്മൾ അവരെ പരിഹസിക്കാനും സാധ്യതയുണ്ട്. ആരെന്ത് പാപം ചെയ്താലും അവരെ പരിഹസിക്കാൻ പാടില്ല. അവർ ബോധമില്ലാത്തൊരു അസുഖമായത്. ദൈവമേ, ആ ബോധക്കേട് എനിക്ക് വരല്ലേ എന്നേ പ്രാർത്ഥിക്കാവൂ. അവർക്ക് ബോധമില്ല. അതെന്നാണ് ഈ ബോധം വരുന്നത് അറിഞ്ഞുകൂടാൻ. ബോധം പോയാൽ അറിയുകയല്ലേ പോയത്. ബോധത്തിന്റെ കുഴപ്പം അത് പോയാലേ അവരവർക്ക് അറിയാനൊക്കെ പോകും, മറ്റുള്ളവർക്ക് അറിയാനൊക്കെ ബോധം പോയെന്നുള്ള കാര്യം. അപ്പൊ ഈ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബോധം തരണമേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് കാലൂരി മലയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതാണ്. ഇവർ ചെയ്യുന്ന എന്താന്ന് അറിയാത്തതുകൊണ്ട് ആ അറിവ് കർത്താവിനുണ്ടായിരുന്നു. നമുക്ക് അറിവുണ്ടോ? അമ്മായിയമ്മയും മരുമകളും ജ്യേഷ്ഠനും ചേട്ടത്തിയും നാത്തൂന്മാരും അയൽവക്കംകാരും തമ്മിലുള്ള അടിയുടെ ഇടയിൽ ഇത് ബോധമില്ലാതാണെന്നുള്ള ബോധം ഉണ്ടെങ്കിലേ നമുക്കതിനെ ക്ഷമിക്കാൻ. നമ്മുടെ വിചാരം വൈരാഗ്യമാണ്, ആ ധിക്കാരമാണ്, ഇത് അഹങ്കാരമാണ്, ഇതിനോട് ഇപ്പം തന്നെ ചൊടിക്കണം എന്നൊക്കെ അങ്ങ് തോന്നുന്ന ആരാ? അത് നമ്മളെ ആ പരുവത്തിലേക്ക് ബോധമില്ലാഴിയിലേക്ക് നയിക്കാനാണ്. അപ്പൊ കർത്താവ് കുരിശേ കിടന്നുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥന നമ്മൾ ചൊല്ലാൻ മറക്കരുത്. സ്തെഫാനോസിനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് ശൗലിനെ പൗലോസാകാൻ കഴിഞ്ഞത്. നമ്മുടെ പ്രതികരണങ്ങൾ കണ്ട് അനേകം മാനസാന്തരപ്പെടാനിരിക്കുന്നു. നമ്മുടെ പ്രതികരണങ്ങൾ കണ്ട് പലരും മാനസാന്തരപ്പെട്ട് തിരിച്ചുപോയി. അതിനൊക്കെ ക്ഷമ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് ദാവീദിന്റെ ബോധക്കേട് കഴിഞ്ഞിട്ടാണ് 51-ാം സങ്കീർത്തനം ചൊല്ലിയത്. നമ്മൾ എന്നും ചൊല്ലിക്കൂട്ടും 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം ചൊല്ലുന്നതിന് മുമ്പേ നമുക്കൊരു ബോധക്കേട് ഉണ്ടായെന്നുള്ള ബോധയിലും വേണം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ രാവിലെ 51-ാം സങ്കീർത്തനം ചെല്ലുമ്പോൾ, ദൈവമേ, ദാവീദിനെ പോലെ ഞാൻ ബോധമില്ലാതെ ആരെയെല്ലാം പിടിക്കാൻ പോയി, ആരെയെല്ലാം നോക്കി, എന്തെല്ലാം എടുക്കാൻ പോയി, എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞു, എതിരെല്ലാം പോയി, അതിന് ശേഷം ഇന്നെങ്കിലും എനിക്ക് ബോധം തന്നു ഞാനിത് ചൊല്ലുക എന്ന് പറയണം. അപ്പോൾ ഒരു മാലാഹാവെന്ന് പനിനീർ തളിക്കും. അതുകൊണ്ട് 51-ാം സങ്കീർത്തനം ചൊല്ലുമ്പോൾ എല്ലാവരും പള്ളിയിലുണ്ടായിരിക്കണം. സ്വർഗത്തിൽ നിന്ന് മാലാഹാവെന്ന് കരഞ്ഞുകൊണ്ട് 51-ാം സങ്കീർത്തനം ചൊല്ലി ബോധക്കേടുകൾ ഏറ്റുപറയുകയാണെങ്കിൽ ഒരു മാലാഹാവെന്ന് പനിനീർ തെളിച്ച് പുതിയ ബോധത്തോടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൽ അലറി കരഞ്ഞുകൊണ്ട് പുത്തൻ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കുർബാന മടുപ്പായിട്ട് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം
പാപം മോചിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഇതിൻ്റെ അർത്ഥം. പാപത്തിൻ്റെ ആ അബോധാവസ്ഥയിൽ മയങ്ങി കിറുകി കിടക്കുകയാണ്. ദൈവമേ എന്നെ ഉണർത്തണമേ എന്ന് പറയണം. അങ്ങനെയാണ് ഇപ്പോൾ കുർബാന അനുഭവിക്കാൻ പോവുക. കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് ദാവീദിനോട് ആ പ്രവാചകൻ പറഞ്ഞതായ പ്രവചന ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ കരയാനൊക്കെ ഉള്ളൂ. ആ കരച്ചിലിന് ശേഷമുള്ള കുർബാന മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ യൂദായെ പോലെ കിട്ടിയാലിൻ്റെ ഗതികേട് വരും. നമുക്ക് തലകളെ ഉണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ കർത്താവിൻ്റെയും മാതാവിൻ്റെയും സഹോദരന്മാരുടെയും പദവിയിലേക്ക് വരുവാൻ, വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന വചനം മുടക്കികളോട് യാത്ര പറയാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ബോധം കെടുത്തിയിട്ട് ഞങ്ങൾ അരുതാത്ത ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും 10-ാം കൽപ്പന ലംഘിക്കാനും മറ്റുള്ളവരുടെ മോഹിക്കാനും തന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കാനും ഒക്കെ പ്രേരിപ്പിച്ച് സ്വാർത്ഥതയോടെ ഞങ്ങൾ പലതും ചെയ്ത് ഞങ്ങൾ സാക്ഷ്യം നഷ്ടപ്പെടുത്തി എന്നെ ഇടർച്ച വരുത്തിയവരാണ്. ഞങ്ങൾ ക്ഷമിക്കണമേ. വന്നുപോയ കുറവുകളെല്ലാം ക്ഷമിച്ചിട്ട് ആ 51-ാം സങ്കീർത്തനം ദാവീദ് ചൊല്ലിയതുപോലെ ഞങ്ങൾ ഒന്നുകൂടി അത് ചൊല്ലുകയാണ്. ദൈവമേ, നിന്റെ ഹൃദയം പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ സ്വഭാവയാൽ എൻ്റെ മേൽ തളിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പൂർണ്ണ അനുതാപത്തോടെ ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ ഈ ധൂപപ്രാർത്ഥനയിൽ വാങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഈ ബോധമില്ലാതെ പോയി വെള്ളം കിട്ടാത്തടുത്ത് വിഷമിക്കുന്നവരുണ്ട്, അവരെ ഞങ്ങൾ ഓർക്കുകയാണ്. ഇന്ന് വാങ്ങിപ്പോയ ഒരു മാത്യു കെ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. വിവാഹ വാർഷികം ആചരിക്കുന്ന രജനി ആൻഡ് റോബിനെ, ജന്മദിനം ആഘോഷിക്കുന്ന ജെറിൻ ആൻഡ് വർഗീസ്, ഇവരെ എല്ലാം ഓർത്തുകൊണ്ട് ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. അതോടൊപ്പം ഞങ്ങളെ വിശുദ്ധ കുർബാനുഭവത്തിന് ഒരുക്കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ജന്മനമേ യഹോവയെ വാഴ്ത്തുവാൻ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറഞ്ഞ വചനപ്രകാരം ഇന്ന് വചനം മുറിച്ചപ്പോഴും അപ്പം മുറിച്ചപ്പോഴും നമുക്ക് കിട്ടിയതായ സൗഖ്യത്തിനായി നന്ദി പറയാം. രോഗസൗഖ്യം കിട്ടിയവരുണ്ട്, മുറിവും ചതവും മാറിയവരുണ്ട്, പുതിയ പ്രത്യാശ കിട്ടിയവരുണ്ട്. അങ്ങനെ വിളക്ക് തണ്ടിന്മേൽ വയ്ക്കുവാനുള്ള പ്രത്യാശയും മനോബോധ്യവും ലഭിച്ചവരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇന്നേ ദിവസം ഒരാളുടെ ഓർമ്മ കുർബാന നടത്തപ്പെട്ടു, വിവാഹ വാർഷികം നടന്നു, ജന്മദിനവും നടന്നു. അങ്ങനെ ജന്മദിനവും വിവാഹ വാർഷികവും ഓർമ്മയും ഉള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ഓർക്കുന്നു. അവർക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇവിടെ വെച്ച് ഓർമ്മ കുർബാനയും വിവാഹ വാർഷികവും ജന്മദിനമൊക്കെ നടത്തിയുള്ള ഗുണം എന്നാന്ന് പറയാം. അവർ നേർച്ചയായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ആഹാരം, ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ആഹാരം ഇവിടെ വരുന്നവർക്കും അനാഥ മന്ദിരത്തിലെ അനാഥർക്കും അത് കിട്ടുമെന്നുള്ള കാര്യമാണ് എൻ്റെ പ്രത്യേകത. അനാഥർക്ക് വല്ലതും കൊടുത്താലുള്ള ഗുണം എന്നാന്നൊക്കെ അറിയാമോ? ദാനിയേൽ 4:27 നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ഷേമം നിലനിൽക്കാൻ, ആരോഗ്യം നിലനിൽക്കാൻ, അനുഗ്രഹം നിലനിൽക്കാൻ, ശാപങ്ങൾ മാറിക്കിട്ടാൻ സാധുക്കളോട് കരുണ കാണിക്കുന്നത് നല്ലതാണെന്ന് ദാനിയേലിനോട് ദൈവം പറഞ്ഞു. പക്ഷെ അത് കേട്ട രാജാവിന് അത് മനസ്സിലായില്ല. രാജാവിൻ്റെ രാജസ്ഥാപനമൊക്കെ പോയി. പിന്നെയാണ് കിട്ടിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന് തിരികെ കിട്ടുക. അപ്പോൾ നമുക്കുള്ളത് പോകാതിരിക്കുന്നുണ്ട്. ഉള്ള ആരോഗ്യം, ഉള്ള ധനം, ഉള്ള മാനം, ഉള്ള പിള്ളേരെ, ഉള്ള ഭാര്യ, ഉള്ള ഭർത്താവ്, ഇതൊക്കെ പോകാതെ നിൽക്കണമെങ്കിൽ വലിയവർക്കൊക്കെ നിങ്ങളതിനൊന്നും ബന്ധപ്പെടണ്ട. ഇവിടെ വെച്ച് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ഓർമ്മ, ബർത്ത്ഡേ ഇവയെല്ലാം നടത്തിയാൽ ഇവിടെ വരുന്നവർക്കും അവർക്ക് ആഹാരം കിട്ടും, ഈ അനുഗ്രഹം കിട്ടും. അത് നല്ലൊരു മാതൃകയാണ്. ഇവിടുത്തെ കാര്യം നടക്കും. ഇവിടെ വേറെ ശമ്പളമൊന്നുമില്ല, എനിക്ക് ആരും ശമ്പളം തരാനില്ല, ഞാനാരും ചോദിക്കാറുമില്ല. പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ചിലവുണ്ട്. അത് കർത്താവ് ഓരോരുത്തരെ കാക്ക പോലെ അയച്ച കാര്യങ്ങൾ നടത്തിക്കുകയാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാവർക്കും അടുക്കള വേല ചെയ്യാനൊരു വേലക്കാരിയെ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കൃഷി ചെയ്യാനൊരു കൃഷിക്കാരനെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാമോ? അത് നിങ്ങൾക്ക് കിട്ടുന്ന കാണുമ്പം സന്തോഷിക്കാം. ഇവിടെ ഒരു വേലക്കാരൻ കൃഷി ചെയ്യാനുണ്ട്, ഒരാൾ അടുക്കള പണിയാനുണ്ട്. അവരെ ആരും തട്ടിക്കൊണ്ട് പോകല്ലേ എന്ന് വിചാരിക്കും കൂടിയാ. മനസ്സിലായോ? അത് പോയാൽ ഞങ്ങൾ കുഴയും കേട്ടോ. ഇത് കർത്താവ് കൊണ്ട് തന്നതാണ്. ഇവരുടെ മിടുക്കരായിട്ട് ജോലി ചെയ്യുന്ന നമുക്കും തോന്നാം ഇവരെയും തട്ടിയാൽ എന്താണെന്നൊക്കെ തോന്നാം കേട്ടോ. അങ്ങനെ പരീക്ഷയൊക്കെ വരാൻ പലർക്ക് പരീക്ഷ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പലർക്കും പരീക്ഷ വന്നിട്ടുണ്ട്. ഇനിയും പരീക്ഷ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവർക്കും അടുക്കള പണി ചെയ്യാനൊരു ഒരു നല്ല വേലക്കാരിയെയും വീട്ടുകാർ മറ്റ് കൃഷിക്കാര്യങ്ങൾ ഒത്തിരി സ്ഥലം പാഴായിട്ട് കിടപ്പുണ്ട്. ഒരു കൃഷിക്കാരനെ ഒരു വേലക്കാരിയും നിങ്ങൾക്ക് എല്ലാവരും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും കിട്ടിയാൽ അതിന് സ്തോത്ര കുർബാന ചൊല്ലിക്കണം കേട്ടോ. അതിന് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. ദൈവമാതാവിനുള്ള അറിയിപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങി. നാളത്തെ ഞങ്ങളുടെ വരവ് രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന പ്രഭാത പ്രാർത്ഥനയിൽ 51-ാം സങ്കീർത്തനം ചൊല്ലുമ്പോൾ മാലാഹ പനിനീർ തെളിക്കാൻ വരുമ്പോൾ നാളെ ഇവിടെ കുർബാനയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇവിടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊരു അരമണിക്കൂർ മുമ്പ് വരാൻ സാധിക്കുന്നവർക്ക് കുരിശിൻ്റെ ചോട്ടിലൊക്കെ പോയെന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് വരുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് നാളത്തെ പെരുന്നാൾ ഞങ്ങളുടെ സ്വന്തം പെരുന്നാളാകാനും അങ്ങനെ മാതാവിൻ്റെ അതേ സ്വഭാവത്തിൽ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ അയൽക്കാരെ കണ്ടുപിടിച്ച് അവരെ സ്നേഹിക്കുവാൻ
മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യമായിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ മറ്റേ ആവശ്യമായി, അത് കർത്താവിൻ്റെ ആവശ്യമായി മനസ്സിലാക്കി കർത്താവിൻ്റെ കണ്ണിലൂടെ എല്ലാം കണ്ട് എല്ലാം ദൈവരാജ്യത്തിൽ നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷവും ആസ്വദിച്ച് കർത്താവിനെ സേവിച്ച് ഞങ്ങൾ മനുഷ്യർക്കുള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമാകുവാൻ ഈ വചന പെരുന്നാൾ വേണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ.